ക്രോം ബ്രൗസർ വഴി YT Studio ഓൺ ആക്കാൻ ഈ വീഡിയോ കാണും. താങ്ക് യു. You can pin YT Studio to the front page of the Chrome browser itself. So let's go to the video now and discuss it. ഹായ് ക്രിയേറ്റേഴ്സ്, നമുക്ക് ക്രോം ബ്രൗസർ വഴി യൂട്യൂബ് സ്റ്റുഡിയോയിൽ, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ, അതിൽ കയറാൻ കുറച്ച് നാളായിട്ട് കഴിയുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് അപ്ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസിയായ രീതിയിൽ കയറാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ക്രോം ബ്രൗസർ ഓൺ ആക്കുമ്പം ഇവിടെ നമുക്ക് കാണാം 2 യൂട്യൂബിൻ്റെ ചിഹ്നമുണ്ട്. അതിൽ രണ്ടാമത് കിടക്കുന്നത് കണ്ട യൂട്യൂബ് ക്രോം എന്നവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ അത് ഞാനവിടെ പിൻ ചെയ്തേക്കുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് പിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സെർച്ച് ബാറിൽ കൂടെ എനിക്കിപ്പോൾ കയറാൻ പറ്റില്ല, ഞാൻ ഈ യൂട്യൂബ് ചിഹ്നത്തിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യം ഞാനിവിടെ കാണിക്കാം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഒന്നാമത് കിടക്കുന്ന studio.youtube.com അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം കാണാൻ പറ്റുന്നുള്ള ആദ്യം കിടക്കുന്ന studio.youtube.com ഇതാണ് നമ്മൾ ഇവിടെ ടൈപ്പ് കൊടുക്കേണ്ടത്. ഞാനൊന്ന് ടൈപ്പ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഓക്കെ, studio.youtube.com ഇതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അവിടുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ വരുന്നത് YT സ്റ്റുഡിയോയിൽ, മറ്റേ YT സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ എറംസ് ഒക്കെ, അതായത് നമ്മുടെ അനലിറ്റിക്സ് ഒക്കെ നോക്കുന്ന YT സ്റ്റുഡിയോയിലേക്കാണ് വരുന്നത്. അത് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയാണ്. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിന്നാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ പിന്നാവും. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം ഞാൻ ബാക്ക് ഇറങ്ങുകയാണ്, കാരണം എനിക്കിവിടെ പിൻ ചെയ്തുകൊണ്ട് എനിക്ക് അതിൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഈ പിൻ ചെയ്തതിലൂടെ നേരെ കയറുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഓപ്പണായി വരുന്നുണ്ട് YT സ്റ്റുഡിയോ. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആയേക്കാണ്. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ താഴെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിലാണ് നമ്മൾ മോഡറേഷനും കാര്യങ്ങളൊക്കെ, അതായത് കമ്മ്യൂണിറ്റി മോഡറേഷനും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അപ്പോൾ ഈ താഴെ കാണുന്ന സെറ്റിംഗ് കാണുന്നുണ്ടോ, ആ സെറ്റിങ്ങെ നമ്മൾ തൊട്ട് കയറുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ യൂസർ ID-കളും ഒക്കെ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കമ്മ്യൂണിറ്റി മോഡറേഷൻ. ഈ കമ്മ്യൂണിറ്റി മോഡറേഷനിലാണ് ഓക്കെ, ഈ കമ്മ്യൂണിറ്റി മോഡറേഷൻ ഇതിലാണ് നമ്മൾ നമ്മുടെ ബ്ലൂവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക, അതായത് മോഡറേഷൻ കൊടുത്തേക്കുന്നത് മാറ്റാൻ നമ്മളിവിടെയാണ് കിടന്നത്. അതിൽ യൂസർ മാനേജ്മെൻറ്റിൽ കയറുക. ഓക്കെ, യൂസർ മാനേജ്മെൻറ്റിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ബ്ലൂ കൊടുത്തിട്ടേക്കുന്നവരെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഓരോരുത്തരായിട്ട് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആളിൻ്റെ ഇൻറ്റു തൊട്ടിട്ട് നമുക്കിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാളെ പോവുള്ളൂ. നമുക്ക് മുഴുവൻ കളയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വലിയ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ എക്സിലിട്ട് തൊട്ടിട്ട് സേവ് ചെയ്താൽ മൊത്തം മോഡറേഷനും പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മോഡറേഷൻ കളയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു സെറ്റിംഗ് ഉണ്ട്, അത് ചാനൽ സെറ്റിങ്ങിലാണ്. കൺട്രി സെലക്ഷൻ ചെയ്യാൻ പലരും വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൺട്രി സെലക്ഷൻ കൂടെ ഇവിടെ കാണിക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ ചാനൽ സെലക്ട് ചെയ്തു നമ്മൾ. അപ്പം നമ്മുടെ കാണാൻ പറ്റും ബേസിക് ഇൻഫോം എന്ന് കാണാം. ബേസിക് ഇൻഫോമിലാണ് കൺട്രി സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കൺട്രി ഓഫ് റെസിഡൻഷൻ എന്നുള്ള അതിൽ തൊടുക. അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കൺട്രികൾ വരുന്നതാണ്. ഇപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തേക്കുന്നുണ്ട്, വരാത്തത് എനിക്ക് വന്നിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ഇന്ത്യ എന്നുള്ളത് കണ്ടു, ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ ഇന്ത്യ എന്ന് കാണാം, ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് വരും. ആ സെലക്റ്റിന് ശേഷം നമ്മളിവിടെ സേവ് ചെയ്തെങ്കിൽ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. അപ്പം കൺട്രി സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇപ്പം പുതിയ അപ്ഡേഷനിൽ ഇങ്ങനെയാണ് കയറാൻ പറ്റുക. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കൊടുക്കുന്നതായിരിക്കും ഏതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് YT സ്റ്റുഡിയോയിൽ നേരിട്ട് കയറാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.